إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. സ്നേഹം വിശ്വാസിനികളെ, നമ്മെയും ഈ മഹത്തായ പ്രപഞ്ചത്തെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഏകനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങളും മാർഗരേഖകളും നമ്മുടെ ജീവിതത്തിലെ രഹസ്യവും പരസ്യവുമായ മുഴുവൻ ഘട്ടങ്ങളിൽ കൃത്യമായി സൂക്ഷിച്ചുകൊണ്ടും പാലിച്ചുകൊണ്ടും അനുസരിച്ചുകൊണ്ടും വളരെ ശ്രദ്ധയോടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കണം എന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവനേറെ ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല സ്വാലിഹീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം എല്ലാവരും ഇന്നിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ റബ്ബിന്റെ മഹനീയമായ ജന്നാത്തുൻ നഈമിൽ നമ്മെ നമ്മുടെ കുടുംബത്തോടൊപ്പം റബ്ബ് ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മുടെ നാടിനെ നിർഭയത്വമുള്ള സമാധാനമുള്ള നാടാക്കി റബ്ബ് എന്നെന്നും നിലനിർത്തി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ഖുർആനിലെ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്ന ഒരായത്ത്, വലികുല്ലി ഉമ്മത്തിൻ അജൽ,
ഏതൊരു സമുദായത്തിനും ഒരവധിയുണ്ട്. ഫഇദാ ജാഅ അജലുഹും, അവർക്ക് നിശ്ചയിച്ചിട്ടുള്ള അവരുടെ അവധി വന്നെത്തിക്കഴിഞ്ഞാൽ ലാ യസ്തഅഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ, അവർ ഒരു നാഴിക പോലും വൈകിക്കുകയോ നേരത്തെയാക്കുകയോ ഇല്ല. നാം ഏറെ ചിന്തിക്കേണ്ടുന്ന ഒരു വചനമാണ് ഈ ആയത്ത്. റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു വ്യക്തിക്ക്, ഒരു സമുദായത്തിന്, ഒരു നാടിന്, ഒരു രാജ്യത്തിന്, ഈ പ്രപഞ്ചത്തിന് ഏതിനുമായിക്കൊള്ളട്ടെ, എപ്പോഴാണ് റബ്ബ് ഉദ്ദേശിച്ചിട്ടുള്ള ഒരു അവധി ഒരു മനുഷ്യനെ എത്തിക്കഴിഞ്ഞാൽ, ഒരു സമുദായത്തിന് എത്തിക്കഴിഞ്ഞാൽ, ഒരു സെക്കൻഡ് പോലും വൈകിപ്പിക്കാതെ ആ മരണം അവനെ പിടികൂടുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. നാം ഒന്ന് ആലോചിച്ച് നോക്കിയ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഈ സമീപ ദിവസങ്ങളിലായി നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ള ചില കാര്യങ്ങൾ, അപകടങ്ങൾ, മരണങ്ങൾ, ഏതൊരു മനുഷ്യന്റെയും മനസ്സുകളെ വേദനിപ്പിക്കുന്ന രൂപത്തിലുള്ള വാർത്തകളാണ് നാം കേട്ടത്, അനുഭവിച്ചത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം നാം എല്ലാവരും ജുമാ കൂടി തിരിച്ചുപോയി വൈകുന്നേര സമയങ്ങളിൽ നമ്മുടെ ജോലിയിൽ വ്യാപൃതരാകുന്ന സമയത്താണ് മലപ്പുറം ജില്ലയിലെ അധ്യാപകരടങ്ങുന്ന ഒരു വാഹനം വാൽപ്പാറയിൽ അപകടത്തിൽപ്പെട്ട് 10ഓളം ആളുകൾ മരണപ്പെട്ട വാർത്ത കേരളക്കരയെ മുഴുവനും എന്ത് ചെയ്തു, വലിയ വിഷമത്തിലാക്കി എന്നുള്ളതാണ്. അങ്ങനെ ആ മയ്യത്ത് പൊതുദർശനത്തിന് വയ്ക്കുകയും അവിടെ വന്നുകൊണ്ടുള്ള ആളുകളുടെ അനുഭവങ്ങൾ, കണ്ണീരാൽ കുതിരുന്ന വാക്കുകൾ കേട്ട് കേരളക്കര മുഴുവനും, മലയാളി മനസ്സുകൾ മുഴുവൻ, ലോകമെമ്പാടും ആ വാർത്ത കേട്ട ആളുകൾ മുഴുവനും എന്ത് ചെയ്തു, ഒന്ന് വേദനിച്ചു പോയി. ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച ദിവസം തൃശൂർ പൂരത്തിനോടനുബന്ധിച്ചുകൊണ്ട് പടക്കങ്ങൾ ഉണ്ടാക്കുന്ന ആ പടക്കപ്പുരയ്ക്ക് അവിടെ വലിയ സ്ഫോടനം നടന്ന് 14ഓളം പേരാണ് എന്ത് ചെയ്തത്, മരണപ്പെട്ടു പോയത്. അതുമാത്രമല്ല, ഈ സമീപ ദിവസങ്ങളിൽ ഒരുപാട് വാർത്തകൾ ഇതിന് പുറമെയായിക്കൊണ്ട് നാം ഓരോരുത്തരും പല രൂപത്തിലുള്ള വാർത്തകൾ കേട്ടിട്ടുണ്ടാകും. നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരായിരുന്ന നമ്മുടെ കൂടെ കളിച്ചും ചിരിച്ചും തമാശകൾ പറഞ്ഞും സന്തോഷങ്ങൾ പങ്കിട്ടും വേർപിരിഞ്ഞു പോയ പല ആളുകളും പിന്നീട് നമ്മൾ കേൾക്കുന്നത് അവരുടെ മരണവാർത്തയാണ്. ഈ രൂപത്തിലുള്ള മരണവാർത്തകൾ നമ്മൾ കേൾക്കുമ്പോൾ, അതല്ലെങ്കിൽ അവരുടെ അവധി അള്ളാഹ് നിശ്ചയിച്ച ആ സമയത്ത് മരണം അവരെ പിടികൂടി റബ്ബിന്റെ വിളിക്ക് ഉത്തരം നൽകി അവര് പോയ ഈ അനുഭവങ്ങൾ വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, ഇതൊക്കെ നമ്മുടെ ഉൾക്കാഴ്ചകൾ തുറക്കേണ്ടുന്ന, നമ്മുടെ കണ്ണുകൾ തുറക്കേണ്ടുന്ന, മനസ്സുകൾ വിശാലമായി ചിന്തിക്കേണ്ടുന്ന അനുഭവങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത് എന്ന് പലരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. സഹോദരങ്ങൾ, എന്താ അള്ളാഹ് പറഞ്ഞത്? കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, ഏതൊരു ദേഹവും ഏതൊരാളും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും. മരണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഒരാൾക്കും സാധിക്കുകയില്ല എന്നുള്ളതാണ്. മരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പുതിയ ജീവിതത്തിന്റെ, യാഥാർത്ഥ്യമായ ജീവിതത്തിന്റെ തുടക്കമാണ്. കേവലം പെട്ടെന്നുണ്ടാകുന്ന ഒന്നല്ല മരണം. ആ മരണം അനുഭവിച്ചു തന്നെയാണ് ഈ ദുനിയാവിൽ നിന്ന് നമുക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. മരണത്തിന് വലിയ പ്രയാസമുണ്ട്, വലിയ വേദനയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഇന്നലിൽ മൗതി സകറാത്ത്, മരണത്തിന് വലിയ വേദനയുണ്ട്, വലിയ പ്രയാസമുണ്ട് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും പറഞ്ഞിട്ടുള്ളത്. ആ പ്രവാചകൻ, ലോകത്തിന്റെ നായകൻ, പ്രപഞ്ചലോക രക്ഷിതാവായ റബ്ബിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവാചകന് പോലും എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന മരണത്തിന്റെ വേദന അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെന്നുള്ളതാണ്. അങ്ങ് നിസ്സാരമായി നമുക്ക് ഇവിടുന്ന് കടന്നു പോകാൻ സാധിക്കുന്നതല്ല എന്നുള്ളത് നാം ഒന്ന് തിരിച്ചറിയണം. സഹോദരങ്ങൾ, എവിടെ വെച്ച് മരണപ്പെടുമെന്നോ, എങ്ങനെ മരണപ്പെടുമെന്നോ, ഏത് രൂപത്തിലാണ് ഒരാളുടെ മരണം അയാളെ പിടികൂടുക എന്നോ നമുക്ക് ആർക്കെങ്കിലും പ്രവചിക്കാൻ സാധിക്കുമോ? ആ വാൽപ്പാറയിലേക്ക് ടൂർ പോയ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം എത്ര സന്തോഷത്തോടു കൂടിയാണ് അവരുടെ വീടുകളിൽ നിന്ന് അവരിറങ്ങിപ്പോയിട്ടുള്ളത്. ആ വാഹനത്തിന്റെ ഉള്ളിൽ അവർ കളിച്ച് ചിരിച്ച് സന്തോഷിച്ച് പങ്കിട്ട പല വീഡിയോകളും ഫോട്ടോകളും ഇൻസ്റ്റഗ്രാമിലൂടെയൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കൃത്യമായി കണ്ടു മനസ്സിലാക്കിയിരുന്നു. പക്ഷെ ആ ഒരു നിമിഷം റബ്ബ് നിശ്ചയിച്ച അവധി ആ 13ാം വളവിന്റെ അവിടെ വെച്ചായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ അവധി എത്തിക്കഴിഞ്ഞാൽ പിന്നെ അല്പം അങ്ങോട്ട് നീങ്ങട്ടെ എന്നോ, ഒരു സെക്കൻഡ് ഒന്ന് കഴിയട്ടെ എന്നോ ഒരാൾക്കും പറയാനോ നീങ്ങുകയോ വൈകുകയോ ചെയ്യുകയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒരനുഭവം ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഒരു വ്യക്തി ബൈക്കിൽ യാത്ര ചെയ്യാണ് ഒരു വെയിലത്ത്. നമുക്കറിയാം ഇപ്പോഴൊക്കെ നമ്മൾ അനുഭവിക്കുന്ന വെയിലിന്റെ കാഠിന്യം, ചൂടിന്റെ പ്രയാസം എത്രത്തോളമാണ് എന്നുള്ളത്. അങ്ങനെ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ
സ്വന്തം പ്രിയതമ വീട്ടിൽ നിന്ന് ഫോൺ വിളിക്കുക. അപ്പൊ വണ്ടി ഓടിക്കുന്നതിനിടയിൽ സംസാരിക്കാൻ കഴിയാത്തത് കൊണ്ട് എന്ത് ചെയ്യാണ്, വാഹനം ഒന്ന് റോഡ് സൈഡിലേക്ക് ഒതുക്കി നിന്ന് ആ ഫോൺ എടുത്ത് അദ്ദേഹം വിചാരിക്കുക ഫോൺ എടുത്ത സ്ഥലത്ത് വെയിലാണ്, കുറച്ചു മുമ്പിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മരത്തിന്റെ തണൽ കാണുന്നുണ്ട്, അതുകൊണ്ട് ആ തണലിലേക്ക് മാറി നിന്ന് ഫോൺ അറ്റൻഡ് ചെയ്യാമെന്ന് വിചാരിച്ച് എന്ത് ചെയ്തു, അയാൾ ആ വെയിലത്ത് നിന്ന് ആ തണലിലേക്ക് മാറി നിന്നു. ആ തണലിൽ നിന്ന് ഫോൺ വിളിക്കുന്ന സമയത്താണ് തൊട്ടപ്പുറം നിന്നിരുന്ന ഒരു മരത്തിന്റെ കൊമ്പ് മുകളിൽ നിന്ന് അദ്ദേഹത്തിന്റെ മേത്തേക്ക് ഒടിഞ്ഞു വീണ് അദ്ദേഹം അവിടെ വെച്ചുകൊണ്ട് മരണപ്പെടുന്നത്. അദ്ദേഹത്തിന് അറിയുമായിരുന്നില്ല അവിടെ വെച്ചുകൊണ്ട് അള്ളാഹ് നിശ്ചയിച്ച അവധി എത്തിയിരിക്കുകയാണ് എന്നുള്ളത്. വീട്ടിൽ കാത്തിരിക്കുകയാണ് തനിക്ക് പ്രിയപ്പെട്ടവരായ ആളുകൾ. വീട്ടിലുള്ളവരോട് പറഞ്ഞു പോയിരിക്കുകയാണ്, ഞാൻ ഉടനെ മടങ്ങി വരും, അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് തിരിച്ചെത്തും. നമ്മളൊക്കെ അതുപോലെ പറഞ്ഞു വന്നവരല്ലേ ഇവിടെ. ഈ കഴിഞ്ഞ ചെറുപെരുന്നാൾ ദിവസം ഹുത്തുബ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ഉസ്താദ് എന്ത് ചെയ്യാണ്, ഒരു ഖത്തീബ് ആ ഹുത്തുബയ്ക്കിടയിൽ കുഴഞ്ഞു വീണ് മരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഉള്ളിൽ എന്തായിരുന്നു, ഹുത്തുബ കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യാം, തന്റെ വീട്ടിലേക്ക് പോകാം, അവിടെ ഭാര്യയും മക്കളും മാതാപിതാക്കളും കാത്തിരിക്കുന്നുണ്ട് എന്നുള്ള ആവേശം. ആ കുഞ്ഞു മക്കൾ എന്താ വിചാരിക്കുന്നത്, എന്റെ ഉപ്പ വൈകുന്നേരം ആകുമ്പോഴേക്കും എത്തും, നമ്മുടെ വീട്ടുകാരും ഈ പ്രതീക്ഷയിൽ ഇരിക്കുന്നവരാണ്, നാമും ഈ പ്രതീക്ഷയിൽ ഇരിക്കുന്നവരാ. പക്ഷെ അള്ളാഹ് പറയുകയാണ്, വമാ തദ്രി നഫ്സും ബി അയ്യി അർളിൻ തമൂത്ത്, ഏത് ഭൂമിയിൽ വെച്ചുകൊണ്ട് ഒരാൾ മരണപ്പെടുമെന്ന് ഒരാൾക്കും പറയാൻ സാധിക്കില്ല. വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ, നാളെ എന്താണ് സംഭവിക്കുക എന്ന് നമുക്കാർക്കും പറയാൻ സാധിക്കില്ല. ഇന്ന് ഇവിടെ നിന്ന് ഈ ജുമ കഴിഞ്ഞ് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് എത്താമെന്ന് എനിക്കും നിങ്ങൾക്കും എന്തുറപ്പാണ് സഹോദരങ്ങളെ പറയാൻ സാധിക്കുക? ഒരുറപ്പുമില്ലാത്തൊരു ലോകത്ത് നമ്മളിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാ. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ഈ മരണം എന്ന് പറയുന്ന യാഥാർത്ഥ്യം പലപ്പോഴും നമ്മൾ കേട്ടതും അറിഞ്ഞതും പലരിലൂടെ, പല ആളുകളുടെ മരണത്തിലൂടെ നമ്മൾ അനുഭവിച്ചതുമാണെന്നുണ്ടെങ്കിൽ പോലും പക്ഷേ നമ്മുടെ മനസ്സുകളിൽ നിന്ന് അത് എപ്പോഴും എന്ത് ചെയ്യാണ്, മറവി സംഭവിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അള്ളാഹ് പറയുന്നുണ്ട്, മരണം നിഴൽ പോലെ നിങ്ങളുടെ കൂടെയുണ്ട്, ചെരുപ്പിന്റെ വാറടിയേക്കാൾ അടുത്തായി നിഴൽ പോലെ എന്ത് ചെയ്യുന്നുണ്ട്, മരണം നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് അള്ളാഹ് പറയുമ്പോ നമ്മൾ എന്തി അതൊന്ന് ചിന്തിക്കാതെ പോകുന്നു എന്ന് സ്വന്തം നഫ്സിനോട് നമ്മളൊന്ന് ചോദിച്ചു നോക്കണ്ടേ. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും, ഒരാൾക്കും പറയാൻ സാധിക്കുമോ ഞാൻ മരിക്കുകയില്ല, എന്നെ മരണം പിടികൂടൂല, അതല്ലെങ്കിൽ എനിക്കിപ്പോ മരിക്കണ്ട എന്ന് പറഞ്ഞ് മരണത്തിൽ നിന്ന് ഒളിച്ചോടി മാറാൻ ആർക്കെങ്കിലും സാധിക്കും? ഒരാൾക്കും സാധിക്കില്ല. അള്ളാഹ് പറയുകയാണ്, നബിയെ അവരോട് പറഞ്ഞു കൊടുക്ക്, ഏതൊരു മരണത്തിൽ നിന്നാണോ നിങ്ങൾ ഒളിച്ചോടുന്നത്, പിന്മാറിക്കളയുന്നത്, മാറിക്കളയുന്നത്, ഫഇന്നഹു മുലാഖീകും, ആ മരണം ഉറപ്പായും നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ, ദൃശ്യവും അദൃശ്യവും അറിയുന്ന റബ്ബിലേക്ക് നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക തന്നെ ചെയ്യും എന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹ് പറയാ. സഹോദരങ്ങളെ, മരണത്തിൽ നിന്ന് ഒളിച്ചോടാൻ നമുക്ക് സാധിക്കില്ല. മരണത്തിന് പ്രായവ്യത്യാസമില്ല. പിഞ്ചു പൈതലുകൾ മുതൽ, ഗർഭാവസ്ഥയിൽ കിടക്കുന്ന കുട്ടി മുതൽ, വലിയ 100, 150, 120 ഒക്കെ വയസ്സിനൊരു പ്രാധാന്യമില്ല. ചിലപ്പോൾ ആളുകളുടെ ആയുസ് അങ്ങനെ നീണ്ടുപോകും. എപ്പോഴാണ് മരണം പിടികൂടുക എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് മരണത്തെ മറന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്, ഒരിക്കലും ജീവിക്കരുത് എന്നുള്ളതാണ്. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുളമൂൻ. നിങ്ങൾ റബ്ബിന്റെ അടുക്കിലേക്ക് എന്ത് ചെയ്യും, മടക്കപ്പെടുന്ന ഒരു ദിവസം നിങ്ങൾക്ക് വരാനുണ്ട്. റബ്ബിന്റെ അടുക്കിലേക്ക് നിങ്ങളെ കൊണ്ടുവരും, റബ്ബിന്റെ അടുക്കിലേക്ക് നിങ്ങളെ മടക്കപ്പെടുകയും ചെയ്യും. എന്നിട്ട് അവിടെ വെച്ചുകൊണ്ട്, ഈ ദുനിയാവിൽ വെച്ച് നിങ്ങൾ എന്തൊക്കെയാണോ ചെയ്തത്, ആ നന്മ തിന്മകൾ മുഴുവനും അല്ലാഹ് എന്ത് ചെയ്യും, നിങ്ങളുടെ മുമ്പിൽ കാണിക്കപ്പെടും. നന്മ ചെയ്തവർക്കുള്ള പ്രതിഫലം അവിടെ നിന്നാണ്, തിന്മ ചെയ്തവർക്കുള്ള ശിക്ഷയും ലഭിക്കുന്നത് അവിടെ നിന്നാണ്. അതുകൊണ്ട് ആ മരണത്തെ വിസ്മരിച്ചുകൊണ്ടൊരു ജീവിതം ദുനിയാവിൽ നമുക്ക് പാടില്ലാത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അക്സിറൂ ദിക്റ ഹാദിമിൽ ലസ്സാത്ത്, സകല ആസ്വാദനങ്ങളും തകർത്ത് കളയുന്ന മരണത്തെ നിങ്ങൾ എന്ത് ചെയ്യണം, ധാരാളമായി ഓർക്കണം എന്നാണ്. സകല ആസ്വാദനങ്ങളെയും തകർത്ത് കളയും. ആ യാത്ര പോകുന്ന സമയത്ത് അധ്യാപകരായ വാഹനത്തിലുണ്ടായിരുന്ന ആളുകൾ മുഴുവനും വലിയ ആനന്ദത്തിലായിരുന്നു, വലിയ സന്തോഷത്തിലായിരുന്നു. നമ്മളൊക്കെ യാത്ര പോകുമ്പോൾ എത്രത്തോളം മതിമറന്ന് ആസ്വദിച്ചുകൊണ്ടാണ് നമ്മൾ യാത്ര പോകുന്നത്, എത്ര വലിയ സന്തോഷത്തിലാണ് നമ്മൾ യാത്ര പോകുന്നത്. ആ ആസ്വാദനങ്ങളെ മുഴുവനും എന്ത് ചെയ്യാണ്, ഒരൊറ്റ നിമിഷം കൊണ്ട് എന്ത് ചെയ്യാ, ഈ മരണം തകർത്ത് കളയാ. അതുകൊണ്ടാ പ്രവാചകൻ പറഞ്ഞത്, മുഴുവൻ ആസ്വാദനങ്ങളെയും തകർത്ത് കളയുന്ന ആ മരണത്തെക്കുറിച്ച് നിങ്ങൾ ധാരാളമായിട്ട് ഓർക്കണോട്ടോ. നിസ്സാരമല്ല മരണം. മരണത്തോടു കൂടി നമ്മുടെ ജീവിതം തുടങ്ങുകയാണ്.
പലരും ആ ജീവിതത്തെക്കുറിച്ച് എന്ത് ചെയ്യുന്നില്ല, ഇന്ന് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഈ പറയുന്ന മരണത്തെക്കുറിച്ച് നിങ്ങൾ ഓർത്തുകൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ അതിഭയങ്കരമായ വേദനാജനകമായ ആ മരണത്തെക്കുറിച്ച്, ആസ്വാദനങ്ങളെ തകർത്തു കളയുന്ന മരണത്തെക്കുറിച്ച് നിങ്ങൾ ഓർത്തുകൊണ്ട് ജീവിച്ചാൽ ഈ ദുനിയാവിലെ ജീവിതം നിങ്ങൾക്ക് ഒന്നുമല്ല എന്ന് തോന്നിപ്പോകും. ആഖിറത്തിന് വേണ്ടി പണിയെടുക്കണം എന്നുള്ളതാണ് നമുക്ക് ഈ ഹദീസിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. കുൻ ഫിദ് ദുനിയ കഅന്നക ഗരീബുൻ ഔ ആബിറുസ് സബീൽ. ഒരു വഴിയാത്രക്കാരനെ പോലെ നീ എന്ത് ചെയ്യണം, ഈ ദുനിയാവിൽ നീ ജീവിക്കണം. അതല്ലെങ്കിൽ ഒരു അപരിചിതനെ പോലെ നീ ജീവിക്കാം. വലിയ ദീർഘമായ ഒരു യാത്ര ചെയ്യുന്നതിനിടയിൽ അല്പനേരം വിശ്രമിക്കാൻ വേണ്ടി കയറി നിൽക്കുന്ന ഒരു വിശ്രമ സ്ഥലത്ത് എങ്ങനെയാണോ നിങ്ങൾ ചെലവഴിക്കുന്നത്, അതുപോലെ ആയിരിക്കണം നിങ്ങൾ ദുനിയാവിൽ എന്നുള്ളതാണ്. നമ്മുടെ ജനനത്തിനും പരലോകത്തിനും ഇടയിലുള്ള ഒരു വിശ്രമ സ്ഥലമാണെന്ത്, ഈ പറയുന്ന ദുനിയാവ്. പക്ഷെ ഈ ദുനിയാവിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യുന്നു, നമ്മളെല്ലാവരും ജീവിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളൊരു അപരിചിതനെ പോലെ ജീവിക്കുക. ഒരു പരിചയമില്ലാത്തൊരു സ്ഥലത്ത് നമ്മൾ പോയി നിന്നിട്ട് 1-2 ദിവസങ്ങൾ എങ്ങനെയാണോ തള്ളി നീക്കാൻ നമ്മൾ പ്രയാസപ്പെടുന്നത്, എത്രത്തോളം ശ്രദ്ധിച്ചുകൊണ്ടാണോ നമ്മൾ ആ ദിവസങ്ങളിൽ, ആ സമയങ്ങളിൽ അവിടെ കഴിഞ്ഞുകൂടുന്നത്, അതേപോലെ ദുനിയാവിനെ നിങ്ങൾ കണ്ടാൽ മതി എന്നുള്ളതാണ്. എന്നിട്ട് പറഞ്ഞു, ഇദാ അംസൈത ഫലാ തൻതളിരിസ് സബാഹ് വഇദാ അസ്ബഹ്ത ഫലാ തൻതളിരിൽ മസാ. രാവിലെ ആയിക്കഴിഞ്ഞാൽ വൈകുന്നേരത്തെ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. വൈകുന്നേരമായി കഴിഞ്ഞാൽ നാളെ നേരം വെളുക്കുമെന്നുള്ളൊരു പ്രതീക്ഷയും നിങ്ങൾക്ക് വേണ്ട. 1 മണിക്കൂർ കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നുവെന്ന് നമുക്ക് ആർക്കും പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് പ്രതീക്ഷകൾ വച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, ജീവിക്കരുത്. ഖുദ് മിൻ സിഹ്ഹതിക ലിമറദിക വമിൻ ഹയാതിക ലിമൗതിക. അസുഖം വന്ന് ഒന്നും ചെയ്യാൻ സാധിക്കാത്തൊരു രോഗാവസ്ഥ നിങ്ങൾക്ക് വന്നെത്തുന്നതിന് മുമ്പ് ആരോഗ്യമുള്ള സമയങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതിനുവേണ്ടി പണിയെടുക്കണം. അതുപോലെ തന്നെ ഈ മരണം പിടികൂടിക്കഴിഞ്ഞാൽ, റൂഹ് നിങ്ങളുടെ തൊണ്ടക്കുഴിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു സെക്കൻഡ് പോലും അല്ലാഹ് നിങ്ങൾക്കത് നീട്ടിത്തരികയില്ല. അതുകൊണ്ട് മരണം വന്നെത്തുന്നതിന് മുമ്പേ ജീവിതത്തെ നിങ്ങൾ എന്ത് ചെയ്യണം, വേണ്ട രൂപത്തിൽ ആഖിറത്തിന് വേണ്ടി പണിയെടുത്ത് നിങ്ങൾ ജീവിപ്പിക്കണം എന്നുള്ളതാണ്, ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ വാക്കുകളെ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം. എപ്പോഴാണെന്നോ എങ്ങനെയാണെന്നോ നമുക്ക് പറയാൻ സാധിക്കില്ല. ദുനിയാവില് ഒരു യാത്രക്കാരൻ മാത്രമാണ്. പക്ഷെ ആ യാത്രക്കിടയിൽ നിന്ന് മനുഷ്യന്മാരെന്തയ്യാ, അഹങ്കാരം തലക്ക് പിടിച്ച് മത്ത് പിടിച്ച് എന്ത് ചെയ്യുന്നു, പല ആളുകളും ജീവിക്കുന്നു. അഹങ്കരിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. പൊങ്ങച്ചം നടിച്ചുകൊണ്ടാണ് മനുഷ്യന്മാർ ജീവിക്കുന്നത്. വളരെ നിസ്സാരന്മാരായ ആളുകളിൽ നിസ്സാരനാണ് എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സുകളിലേക്ക് എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല. പല ആളുകളും എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന അഹങ്കാരത്തിൽ മുഴുകി ജീവിക്കുന്നു. മരണത്തിന് മുമ്പിൽ ജയിച്ചു കാണിക്കാൻ പറ്റിയ ഒരു അഹങ്കാരിയെയും എന്ത് ചെയ്തിട്ടില്ല, ഇന്ന് ഈ ലോകം കണ്ടിട്ടില്ല എന്നുള്ളത്. ഒരിക്കലും കണ്ടിട്ടില്ല, ഇനി കാണുകയില്ല. മരണത്തിന് മുമ്പിൽ ജയിക്കാൻ പറ്റുന്ന ഒരു മനുഷ്യൻ, വലിയ സമ്പത്ത് കൊണ്ട് ജീവിച്ച ഖാറൂനിനെ പോലെ, വലിയ രാജാവായി അഹങ്കാരിയായി ജീവിച്ച ഫിർഔനിനെ പോലെയുള്ള ആളുകൾ ചരിത്രം നമുക്ക് കൃത്യമായി പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിരുന്നുണ്ട് ചരിത്രം. പക്ഷെ അവർക്ക് പോലും അവർ അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് ഏറ്റവും ഉന്നതനായ റബ്ബ് എന്ന് വാദിച്ച ഫിർഔൻ ഉണ്ടായിരുന്നു. എന്താണ് ഫിർഔനിന്റെ അവസ്ഥ എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. എങ്ങനെയാണ് അള്ളാഹ് നശിപ്പിച്ചു കളഞ്ഞത് എന്നുള്ളത്. ഖാറൂൻ ഉണ്ടായിരുന്നു, സമ്പത്തിന്റെ അതിഭയങ്കരമായ അത്യാഡംബരങ്ങളിൽ ജീവിച്ച ഖാറൂൻ ഭൂമിയിലേക്ക് അള്ളാഹ് താഴ്ത്തിക്കളഞ്ഞു. അതുകൊണ്ട് മരണത്തിന് മുമ്പിൽ ജയിക്കാൻ ഒരു മനുഷ്യന്മാർക്കും എന്തെയില്ല, സാധിക്കില്ല എന്നുള്ള ബോധ്യം നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഈ പറയുന്ന ഒരു രീതിയിലും ജയിക്കാൻ സാധിക്കാത്ത, സമ്പത്ത് കൊണ്ടോ കുടുംബ മഹിമ കൊണ്ടോ ശാരീരികമായ ആരോഗ്യങ്ങൾ കൊണ്ടോ ഒന്നും ജയിക്കാൻ സാധിക്കാത്ത ഈ തുച്ഛമായ ലോകത്ത് ഏറ്റവും അധികം വിനയാന്വിതരായി ജീവിക്കാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. പക്ഷെ മനുഷ്യന്മാർക്ക് ഈ കാര്യം എന്ത് ചെയ്യുന്നില്ല, അവരുടെ മനസ്സുകളിലേക്ക് കടന്നു വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വേദനാജനകമായ വിഷയം. പല ആളുകളും ഇന്ന് അഹങ്കരിക്കുന്നത് നമ്മുടെ സ്വന്തമല്ലാത്ത നമുക്കൊരിക്കലും സ്വന്തമാകില്ല എന്നുള്ള ഉറപ്പുള്ള ചില കാര്യങ്ങൾ, അതെന്റേത് മാത്രമാണ് എന്ന് വാദിച്ചുകൊണ്ടാണ് പല ആളുകളും ജീവിക്കുന്നത്. മനുഷ്യന്മാർ പൊതുവെ അഹങ്കരിക്കുന്നത് 3 കാര്യങ്ങളില്ല. ഒന്ന്, അവരുടെ അറിവിന്റെ വിഷയത്തിൽ. ഞാൻ വലിയ അറിവുള്ള മനുഷ്യനാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും, അറിവുള്ള ആളുകൾ തർക്കിച്ചുകൊണ്ട് വാദിച്ചുകൊണ്ട്
അവരുമായിട്ട് പല തർക്കങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് എന്ത് ചെയ്യും, ആ അറിവ് ഉപയോഗപ്പെടുത്തി പല മനുഷ്യന്മാരും എന്ത് ചെയ്യുന്നു, അഹങ്കാരം നടിക്കുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഈ അറിവ് അവൻ സ്വയം നേടിയതാണോ? അവനക്ക് സ്വയം നേടാൻ കഴിയുന്നതാണോ? ഒരിക്കലുമല്ല. ഒന്നല്ലെങ്കിൽ അവന്റെ അധ്യാപകരിലൂടെ, ഉസ്താദുമാരിലൂടെ, പണ്ഡിതന്മാരിലൂടെ, കിതാബുകളിലൂടെ, പുസ്തകങ്ങളിലൂടെ, അവന്റെ അനുഭവങ്ങളിലൂടെ, ഇങ്ങനെ പല രൂപത്തിലാണ് ഒരു മനുഷ്യന് അറിവ് കിട്ടുന്നത്. അള്ളാഹ് നമുക്ക് നൽകിയ കഴിവ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, അത് പഠിച്ചെടുക്കുന്നു. അള്ളാഹു നമുക്ക് നൽകിയ കഴിവ് കൊണ്ട്, അള്ളാന്റെ തൗഫീഖ് കൊണ്ട് മാത്രം ആ വിഷയം നമ്മുടെ തലയിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. ആ അറിവ് ഒരു ഓർമ്മക്കുറവ് വന്നാൽ മാഞ്ഞു പോകാവുന്നതേ ഉള്ളൂ. പിന്നെ എന്തിനാണ് അറിവിന്റെ പേരിൽ മനുഷ്യന്മാർ അഹങ്കരിക്കുന്നത്? രണ്ട്, സമ്പത്തിന്റെ പേരിൽ പല മനുഷ്യന്മാരും അഹങ്കരിക്കുന്നു. ഈ സമ്പത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ദുനിയാവിൽ ജീവിക്കാൻ, നമ്മുടെ കാര്യങ്ങൾ ചിലവുകളൊക്കെ നടത്തിപ്പോരാൻ വേണ്ടി, അതല്ലെങ്കിൽ നമ്മുടെ കൈകാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടി മാത്രമുള്ളൊരു ക്രയവിക്രയത്തിനുള്ളൊരു മാർഗം മാത്രമാണ് സമ്പത്ത് എന്ന് പറയുന്നത്. അതൊരു സിസ്റ്റത്തിന്റെ ഭാഗമായിക്കൊണ്ട് നമ്മൾ ജീവിക്കുന്നു എന്ന് മാത്രം. നമ്മുടെ സ്വന്തമാണ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കുമോ? സ്വന്തമാണെന്നുണ്ടെങ്കിൽ മരണത്തോടുകൂടി പോകുമ്പോൾ അത് കൊണ്ടുപോകേണ്ടതാണ്. ആർക്കെങ്കിലും സാധിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ധനാഢ്യരായ ഈ പറയുന്ന ആളുകൾക്ക് ആർക്കെങ്കിലും അവരുടെ സമ്പത്ത് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ടോ? ഒരിക്കലുമില്ല. സമ്പത്തിന് നമ്മുടെ ദുനിയാവില് അവന്റെ ജീവിതത്തിൽ മരണത്തോടുകൂടി അത് അവസാനിക്കാണ്. മറിച്ച് ഒന്നും അവനിക്ക് അതുകൊണ്ട് നേടാനില്ല. പിന്നീട് അവൻ ബാക്കിയുള്ളവർക്ക് വേണ്ടി അത് ഉപേക്ഷിച്ച് കടന്നു പോകുന്നു. പിന്നെ എന്തിനാണ് സമ്പത്തിന്റെ പേരിൽ മനുഷ്യന്മാർ അഹങ്കരിക്കുന്നത്? മൂന്നാമതായി മനുഷ്യന്മാർ അഹങ്കരിക്കുന്നത് അവന്റെ സ്റ്റാറ്റസ്, അഭിമാനം, അതല്ലേ അവന്റെ നിലനിൽപ്പ്. അവനിക്ക് ഏതൊരു പൊസിഷനിൽ, ഒരു ദർജയിൽ അവൻ എത്തിയിട്ടുണ്ടെങ്കിൽ ആ ദർജയുടെ പൊസിഷന്റെ പേരിൽ അവൻ എന്ത് ചെയ്യും? സ്റ്റാറ്റസിന്റെ പേരിൽ അഭിമാനം കൊള്ളുന്നു, അഹങ്കരിക്കുന്നു. സഹോദരങ്ങൾ, അവനിക്ക് ആരാണ് ആ സ്റ്റാറ്റസ് ഉണ്ടായി കൊടുത്തത്? ഈ മനുഷ്യന്മാരല്ലേ, സമുദായമല്ല, ബാക്കിയുള്ളവരല്ലേ? ഈ സമൂഹം വിചാരിക്കാണ്, ഈ ആള് ജനങ്ങൾ വിചാരിക്കാണ് അവനിക്ക് എന്തൊരു സ്ഥാനമാണോ നമ്മൾ കൊടുത്തത്, ആ സ്ഥാനം വേണ്ടാന്ന് ജനങ്ങൾ വിചാരിച്ച അതോടുകൂടി ചീട്ടുകൊട്ടാരം പൊട്ടുന്നത് പോലെ പൊട്ടിപ്പോകാവുന്നതേ ഉള്ളൂ അവന്റെ ഈ പറയുന്ന സ്റ്റാറ്റസ് എന്ന് പറയുന്നതും. പിന്നെ അതുകൊണ്ട് ആ സ്ഥാനമാനങ്ങൾ കൊണ്ട് എന്ത് അഹങ്കാരം നടിക്കാനാണ് അവൻ? ഈ ഒരു രീതിയിലും സ്വന്തമല്ലാത്ത കാര്യത്തിന്റെ പേരിലാണ് മനുഷ്യന്മാർ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന അഹങ്കാരം കൊണ്ടു നടക്കുന്നത്. പ്രിയമുള്ളവരെ, മരിക്കാനുള്ളതാണ് നമ്മൾ, മരണപ്പെട്ടു പോകാനുള്ളവരാണ് നമ്മൾ. ഒന്നുമില്ലാതെ ചെയ്യുന്ന അമലുകൾ മാത്രം മുറുകെ പിടിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ നിന്ന് യാത്ര പറഞ്ഞു പോകാനുള്ളവരാണ് നമ്മൾ. അതുകൊണ്ട് അഹങ്കരിക്കരുത്. ദുനിയാവ് എപ്പോൾ വേണമെങ്കിലും ഈ ദുനിയാവിൽ നിന്ന് യാത്ര പറയാനുള്ള സമയം അള്ളാഹ് നിശ്ചയിച്ച അവധി എത്തിയാൽ നമ്മളെല്ലാവരും പോകേണ്ടവരാണ്. മരണം പ്രയാസകരമായ ഒരു അവസ്ഥയാണ്, വലിയ വേദനയുള്ളൊരവസ്ഥയാണ്. മരണത്തിന് ശേഷം ശാശ്വതമായ ജീവിതം തുടങ്ങുമ്പോൾ അവിടെ വിജയിക്കാൻ വേണ്ടി എന്താണ് നമ്മൾ പണിയെടുത്തിട്ടുള്ളത് എന്ന് നാം ഒന്ന് ചിന്തിച്ചു നോക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം, പല മനുഷ്യന്മാരും ഇങ്ങനെ കെഞ്ചി പറയും, വഅൻഫിഖൂ മിമ്മാ റസഖനാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത് ഫയഖൂല റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്സദ്ദഖ വഅകും മിനസ് സാലിഹീൻ. നിങ്ങൾക്ക് അള്ളാഹ് നൽകിയിട്ടുള്ള സമ്പത്തിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? അള്ളാഹിന്റെ മാർഗത്തിൽ നിങ്ങൾ സ്വതക്ക ചെയ്യുക, ചെലവഴിക്കുക. നിങ്ങൾക്ക് എന്തൊക്കെ അമലുകൾ നേടാൻ പറ്റുമോ ആ അമലുകൾ ചെയ്തുകൊണ്ട് അതിന്റെ പ്രതിഫലങ്ങളൊക്കെ നിങ്ങൾ നേട്. മരണം ഇങ്ങനെ റൂഹിങ്ങനെ തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ മനുഷ്യന്മാർ അള്ളാഹിനോട് പറയും എന്നുള്ളതാണ്, റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, അല്ലാഹു അല്പസമയത്തേക്ക് എനിക്ക് ഒന്ന് നീട്ടിത്താ, ഒരു സെക്കൻഡ് ഒന്ന് എനിക്ക് നീട്ടിത്താ എന്ന് മനുഷ്യന്മാരെന്ത് ചെയ്യും? അള്ളാഹിനോട് ഇങ്ങനെ വാദിക്കും, പറയും, കെഞ്ചും. ഞാൻ എന്ത് ചെയ്തോളാം? സാലിഹ്യങ്ങളിൽ പെട്ടോളാം. ഇത്രയും വർഷം ജീവിക്കാനുള്ള ആയുസ് തന്നിട്ട് ഒന്ന് സാലിഹ്യങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടണം എന്നുള്ള ആഗ്രഹം തോന്നാത്ത മനുഷ്യൻ പോലും ആ മരണം പിടികൂടുന്ന സമയത്ത് പറയാണ്, എന്നെ ഒന്ന് മടക്കിത്താ റബ്ബേ, ഞാൻ നന്നായിക്കോളാം. ഒരു കുറ്റം ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയെ പിടിച്ച് അവനെ ചോദ്യം ചെയ്യുമ്പോൾ, ആ കുറ്റവാളിയെ ചോദ്യം ചെയ്യുമ്പോൾ, വിദ്യാർത്ഥിയാണെങ്കിലും അതല്ലെങ്കിൽ മുതിർന്നവനാണെങ്കിലും ഒരു കുറ്റം ചെയ്തവനെ പിടിച്ച് അവന് ശിക്ഷിക്കാൻ തുടങ്ങുമ്പോൾ അവൻ എന്താ പറയാ? ഞാൻ ഇനി തെറ്റ് ചെയ്യൂല. അവൻ അതിന്റെ വഴിക്ക് വിട്ട് അവൻ വീണ്ടും എന്ത് ചെയ്യും? ആ രൂപത്തിലേക്ക് തന്നെ മടങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. ഒരു പക്ഷേ നമ്മൾ അള്ളാഹിനോട് പറയുമ്പോൾ അള്ളാഹ് പറയാണ്, ഒരിക്കലുമില്ല, നിനക്ക് ഇത്ര നാളും തോന്നാത്ത തോന്നൽ ഇവിടെ തോന്നിയിട്ടൊരു കാര്യമില്ല എന്ന് അള്ളാഹ് പറയുന്ന ഒരു സെക്കൻഡ് പോലും നമുക്ക് നീട്ടിത്തരില്ല. ഫസ്സദ്ദഖ, ഞാൻ സദഖ ചെയ്തോളാം റബ്ബേ എന്ന് മനുഷ്യന്മാര് വിലപിക്കും. ഫലാ സദ്ദഖ വലാ സല്ല വലാകിൻ കദ്ദബ വതവല്ല. ഞാൻ നമസ്കരിച്ചിട്ടില്ല, നോമ്പെടുത്തിട്ടില്ല, എന്റെ നമസ്കാരത്തിൽ വീഴ്ചകൾ വന്നു പോയി, എന്റെ ജീവിതത്തിൽ പലപ്പോഴും വീഴ്ചകൾ വന്നു പോയി, അതുകൊണ്ട് ഒരല്പനേരം നീ ഒന്ന് നീട്ടിത്താ റബ്ബേ എന്ന് വിലപിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും അള്ളാഹ് നമുക്ക് നീട്ടിത്തരില്ല. സഹോദരങ്ങളെ,
സുഹൃത്തുക്കളെ. അതുകൊണ്ട് എപ്പോഴാണോ അള്ളാഹ് ഉദ്ദേശിച്ച അവധി, ആ അവധി എത്തിക്കഴിഞ്ഞാൽ നമ്മൾ മരണപ്പെട്ടു പോകും, മരണത്തിന് കീഴടങ്ങേണ്ടി വരും. അതുകൊണ്ട് ആ മരണചിന്തയിൽ നമ്മൾ ജീവിക്കണം. എപ്പോഴും അള്ളാഹിനോട് പ്രാർത്ഥിക്കാം, തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, എന്നെ മുസ്ലിമായി മരിപ്പിക്കുകയും സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ചേർക്കുകയും ചെയ്യണം റബ്ബേ എന്ന് നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കുക. ആഖിറം നന്നാക്കാൻ, അവസാനം നന്നാക്കാൻ വേണ്ടി, മരണം നന്നാക്കാൻ വേണ്ടി എന്തൊക്കെ പണിയെടുക്കാൻ പറ്റൂ ധാരാളമായി ശക്തമായി പണിയെടുക്കുക. ആത്മവിചിന്തനം, പുനർവിചിന്തനമൊക്കെ സ്വയമേ നമ്മൾ നടത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മരണം എളുപ്പമാക്കി നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹിൽ അഹദ് والفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ ഏറ്റവും നല്ല രൂപത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് നയിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല സ്വാലിഹീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നിർഭയരായി ജീവിച്ചൊരു സമുദായം, ഒരു സമൂഹം, ആ സമുദായത്തിലേക്ക്, സമൂഹത്തിലേക്ക്, ആ നാട്ടിലേക്ക് റബ്ബിന്റെ ഒരു പരീക്ഷണം വന്നെത്തിക്കഴിഞ്ഞാൽ, ആ പരീക്ഷണം വന്നിറങ്ങുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. ഈ ആയത്ത് ഇപ്പം നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ഇന്നത്തെ നാം ജീവിക്കുന്ന നമ്മുടെ രാജ്യത്തിന്റെ സാഹചര്യങ്ങളായി, നമ്മുടെ ഓരോ അകത്തളങ്ങൾ, നമ്മുടെ വീടിന്റെ അകത്തളങ്ങളുമായി, നമ്മുടെ നാടുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് ഇമാജിൻ ചെയ്യണം, ഒന്ന് സങ്കല്പിച്ച് നോക്കണം. അല്ലാഹ് പറയാണ്, വളറബല്ലാഹു മസലൻ ഖറിയ. അല്ലാഹ് ഒരു രാജ്യത്തെ എന്ത് ചെയ്യാണ്? ഉപമയായിട്ട് എടുത്തു കാണിക്കുകയാണ്. എന്താണ് ആ രാജ്യത്തിന്റെ പ്രത്യേകത? കാനത്ത് ആമിനതൻ മുത്മഇന്ന. അത് സുരക്ഷിതവും ശാന്തവുമായ അതീവ സമാധാനത്തിൽ ജീവിച്ചിരുന്നൊരു രാജ്യമായിരുന്നു, നാടായിരുന്നു. യഅതിഹാ റിസ്ഖുഹാ റഗദൻ മിൻ കുല്ലി മകാനിൻ. ആ രാജ്യക്കാർക്ക് ആവശ്യമായ, രാജ്യത്തിന് ആവശ്യമായ മുഴുവൻ ആഹാരവും ഭക്ഷണ പദാർത്ഥങ്ങളും മറ്റുള്ള നാടുകളിൽ നിന്ന് സുഭിക്ഷമായി ഇങ്ങനെ എന്ത് ചെയ്തു? ആ നാട്ടിലേക്ക് വന്നുകൊണ്ടിരുന്നു. ആ നാടിനൊരു പ്രയാസവും ഉണ്ടായില്ല. അങ്ങനെ സന്തോഷത്തിലും ആനന്ദത്തിലും നിർഭയത്വത്തിലും സമാധാനത്തിലും ആ നാടിങ്ങനെ പോകുമ്പോൾ അള്ളാന്റെ അനുഗ്രഹങ്ങൾ എന്ത് ചെയ്തു? ആ രാജ്യക്കാർ നിഷേധിച്ചു കളഞ്ഞു. അങ്ങനെ അങ്ങനെ അള്ളാന്റെ അനുഗ്രഹങ്ങളെ ആ നാട്ടുകാർ നിഷേധിച്ചത് കൊണ്ട് അവർക്ക് വിശപ്പിന്റെയും ഭയത്തിന്റെയും വസ്ത്രം അല്ലാഹു അവരെ അണിയിപ്പിച്ചു കൊടുത്തു. ബിമാ കാനൂ യസ്നഊൻ. അവരെന്ത് ചെയ്തു? അവർ പ്രവർത്തിച്ചത്, അവരുടെ ധിക്കാരം കാരണത്താൽ വിശപ്പിന്റെയും ഭയത്തിന്റെയും വസ്ത്രം അല്ലാഹു അവരെ അണിയിപ്പിച്ചു എന്നുള്ളതാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ രാജ്യത്തിന്റെ ഇന്നത്തെ അവസ്ഥ എന്താണ്? ഇറാനും അമേരിക്കയും തമ്മിൽ യുദ്ധം നടക്കുന്നതിന്റെ പേരിൽ നമ്മുടെ നാട് പട്ടിണിയാകേണ്ടുന്ന അവസ്ഥയിലേക്ക് പലപ്പോഴും എത്തിപ്പോയി. അള്ളാന്റെ അപാരമായ തൗഫീഖ് ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മളാരും പട്ടിണി കിടക്കാതെ എങ്ങനെയെങ്കിലും എന്ത് ചെയ്യുന്നത്? മുന്നോട്ട് പോകുന്നത്. പല മനുഷ്യന്മാരും അവരുടെ കരങ്ങൾ, അധർമ്മങ്ങൾ പ്രവർത്തിക്കുന്നത് കാരണത്താൽ അള്ളാഹുവിന്റെ പരീക്ഷണം എന്ത് ചെയ്യാണ്? ഒരു നാട്ടിലേക്ക് ഇറങ്ങാം. മനുഷ്യന്മാര് പ്രവർത്തിക്കുന്നതിന്റെ ഫലമല്ലാതെ ഒരാളും എന്ത് ചെയ്യുന്നില്ല, അനുഭവിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ഇതുപോലുള്ള പരീക്ഷണങ്ങൾ വരുമ്പോൾ, സമുദായത്തിനും രാജ്യത്തിനും മൊത്തത്തിലൊരു പരീക്ഷണം വരുമ്പോൾ അല്ലാഹ് പറയാണ്, വത്തഖൂ ഫിത്നതൻ ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ. ഒരു പരീക്ഷണം, ഒരു ശിക്ഷ വരുന്നത് നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം. കാരണം അത് ബാധിക്കുന്നത് നിങ്ങളിൽ നിന്നുള്ള അക്രമികൾക്ക് മാത്രം പ്രത്യേകമായിട്ടായിരിക്കുകയില്ല. വഅലമൂ അന്നല്ലാഹ ശദീദുൽ ഇഖാബ്. നിങ്ങൾ മനസ്സിലാക്കണം, അല്ലാഹ് കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. ഒരു പരീക്ഷണം അക്രമികളെ ഉദ്ദേശിച്ച് വന്നാൽ പോലും, മൊത്തത്തിലുള്ള ഒരു പരീക്ഷണം വരുമ്പോൾ അത് ബാധിക്കുന്നത് അക്രമികളെ മാത്രമല്ല, ആ നാട്ടിലെ സ്വാലിഹീങ്ങളെയും എന്ത് ചെയ്യും? ആ പരീക്ഷണത്തിന്റെ ഫലം അവർ അനുഭവിക്കേണ്ടി വരും. ഏതൊക്കെയോ ആളുകൾ മോശത്തരങ്ങൾ കാണിക്കുന്നതിന്റെ ഫലമായി ഒരു നാട്ടിൽ അള്ളാന്റെ പരീക്ഷണം ഇറങ്ങുമ്പോൾ അവിടുത്തെ സ്വാലിഹീങ്ങളും എന്ത് ചെയ്യാണ്? പ്രയാസപ്പെടാം. നമ്മൾ മനസ്സിലാക്കണം, അള്ളാന്റെ പരീക്ഷണത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒരു ചായ പോലും പുറത്തുനിന്ന് കിട്ടാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. നന്നാകുക എന്നുള്ള മാർഗം മാത്രമേ ചെയ്യാനുള്ളൂ. നമ്മൾ നന്നാക്കുക, നമ്മുടെ കാര്യങ്ങൾ നന്നാക്കുക.
നമ്മുടെ നഫ്സിനെ നന്നാക്കുക, തഖ്വയിൽ അധിഷ്ഠിതമായി അള്ളാനെ സൂക്ഷിച്ചുകൊണ്ട് ഭയന്നുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു മാർഗം. അതിലൂടെ പോകുന്നവർക്ക് മാത്രമാണ് ഒരു രക്ഷ. അതുകൊണ്ട് ജീവിതത്തെ നന്നാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. എപ്പോൾ വേണമെങ്കിലും മരണം പിടികൂടാം. ആ മരണം പിടികൂടുമ്പോൾ ആഖിറം നന്നാക്കി മരണത്തിന് കീഴൊതുങ്ങാൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് കൃത്യമായി മനസ്സിലാക്കി ചിന്തിച്ചുകൊണ്ട് ജീവിതത്തിൽ പരിവർത്തനങ്ങൾ കൊണ്ടുവരാനും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ വീഴ്ചകളും അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽക്കാർ, ആദർശ സുഹൃത്തുക്കൾ, നാട്ടുകാർ എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു സ്വർഗം നൽകുമാറാകട്ടെ. നമ്മുടെ മക്കളെ കണ്ണിന് കുളിർമയുള്ള, മനസ്സിന് സന്തോഷം തരുന്ന, ഇഹത്തിലും പരത്തിലും ഉപകാരപ്രദമായ സാലിഹായ മക്കളാക്കി വളർത്തിയെടുക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ പല രൂപത്തിലുള്ള അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ ആശ്വാസവും ആരോഗ്യവും സന്തോഷവും നിർഭയത്വവും സമാധാനവും അവർക്കും നമുക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം അനുഭവിക്കുന്ന ശാരീരികമായ മാനസികമായ എല്ലാ വിഷമങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന്, സങ്കടങ്ങളിൽ നിന്ന്, ടെൻഷനുകളിൽ നിന്ന്, സാമ്പത്തിക വിഷമങ്ങളിൽ നിന്ന്, കടബാധ്യതകളിൽ നിന്നെല്ലാം പൂർണ്ണമായ ആശ്വാസവും എളുപ്പവും അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്ത്, ലോകത്ത് മുഴുവനും അല്ലാഹു സമാധാനവും നിർഭയത്വവും എന്നും നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ അസുഖങ്ങളിൽ നിന്ന്, പ്രയാസമുള്ള അസുഖങ്ങളിൽ നിന്ന്, വേദനയുള്ള അസുഖങ്ങളിൽ നിന്ന്, വലിയ രൂപത്തിലുള്ള സാമ്പത്തിക ചെലവുകൾ വേണ്ടിവരുന്ന അസുഖങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി പ്രയാസം അനുഭവിക്കുന്ന സഹോദരി സഹോദരന്മാർ, പിഞ്ചുമക്കൾ അല്ലാഹു പൂർണ്ണമായ ആശ്വാസവും സമാധാനവും നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക സമീഉൻ ഖരീബുൻ മുജീബു ദഅവാതി വ യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുരിയാതിനാ ഖുർറത അഅ്യുനിൻ وجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.